ഹായ് എവരി വൺ. സാധാരണ നമ്മൾ SSC എക്സാമിനൊക്കെ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ചോദ്യമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ സെക്ടർ ഓഫ് ഡിഗ്രി 2x+26 ഈസ് ടേക്കൺ ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 7 cm. ഇഫ് ഏരിയ ഓഫ് ദ സെക്ടർ ഈസ് എക്സ്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? എക്സിൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സെക്ടറിനെ പറ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സെക്ടർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ഒരു സെക്ടർ? ഒരു സർക്കിളിൻ്റെ പാർട്ടാണ് സെക്ടർ എന്ന് പറയുന്നത്. ഒരു സർക്കിൾ, ആ സർക്കിളിൻ്റെ റേഡിയസ് 6, അതിൽ നിന്ന് മുറിച്ചെടുക്കുന്ന ഒരു പാർട്ട്, അതാണ് സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ആ സെക്ടറിന് ഒരു സെൻട്രൽ ആംഗിൾ കാണും. ഓക്കെ, തീറ്റ. ഞാൻ ഇതിനെ ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? ഇതാണ് ഒരു സെക്ടർ എന്ന് പറയുന്നത്. എ സെക്ടർ വിത്ത് റേഡിയസ് r ആൻഡ് സെൻട്രൽ ആംഗിൾ തീറ്റ. ഈ സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. ഏരിയ ഓഫ് സെക്ടർ ഈസ് ഈക്വൽ ടു, ഇതാണ് ഫോർമുല, πr² ഇൻറ്റു θ/360. θ/360. തീറ്റ എന്ന് പറയുന്നത് സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിളും r എന്ന് പറയുന്നത് സെക്ടറിൻ്റെ റേഡിയസും ആകുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് വരാം. ക്വസ്റ്റ്യനിൽ അവർ ഓൾറെഡി തീറ്റ തന്നിട്ടുണ്ട്. തീറ്റയുടെ വാല്യൂ 2x+26 ആണെന്ന് പറയുന്നു. ഓക്കെ, അതേപോലെ റേഡിയസും തന്നിട്ടുണ്ട് 7 cm. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഫോർമുല എഴുതാം. ഏരിയ ഈസ് ഈക്വൽ ടു, എന്താണ് ഫോർമുല? πr² ഇൻറ്റു θ/360. എക്സ് ഏരിയ എന്ന് പറയുന്നതും അവർ എക്സ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഏരിയ ഓഫ് ദ സെക്ടർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്തെന്നെടുക്കാം? πr², പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു 7² ഇൻറ്റു 7² ഇൻറ്റു തീറ്റ. തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? 2x+26/360. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 7ഉം ഇവിടുത്തെ ഒരു 7ഉം കൂടെ ക്യാൻസലാകും. ഇവിടെ 22നെ 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 11, 360 ക്യാൻസൽ ചെയ്യുമ്പം 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പം 180 കിട്ടുന്നുണ്ട്. ഈ 180 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 180x ഈസ് ഈക്വൽ ടു, ഇവിടെ ഇനി 11ഉം അതേപോലെ 7ഉം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ 77 ഇൻറ്റു, ഇവിടെ ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം 2x+77 ഇൻറ്റു 26 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഈ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ 180x മൈനസ് 154x ഈസ് ഈക്വൽ ടു 77 ഇൻറ്റു 26 എന്ന് തന്നെ കിടക്കട്ടെ. ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 26x എന്ന് കിട്ടുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 77 ഇൻറ്റു 26. അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ 26 ക്യാൻസലായി പോയിട്ട് എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്രയെന്ന് കിട്ടും? 77 എന്ന് കിട്ടും. ഓക്കെ, എക്സിൻ്റെ വാല്യൂ ആയിരുന്നു ചോദ്യം, അത് നമുക്ക് ഉത്തരവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഉത്തരം കിട്ടിയിരിക്കുന്നത് 77. അപ്പോൾ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി, ഞാൻ ചെയ്ത സൊല്യൂഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.